നമസ്കാരം എല്ലാവർക്കും. ഹെൽത്തി മൈൻഡ് ഹാപ്പി ലൈഫിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിന്റെ വിവിധ തലങ്ങളിലേക്ക് ഒരു യാത്ര ചെയ്യുകയാണ്. നമ്മളെല്ലാവരും മനസ്സ് എന്നിങ്ങനെ കേൾക്കുന്നു. പക്ഷെ മനസ്സ് എവിടെയാണ് ഇരിക്കുന്നതെന്നോ മനസ്സിനെ തൊട്ട് കാണിക്കാവുന്ന ഒന്നാണോ എന്നും ആർക്കും അറിയില്ല. ഹൃദയത്തെ പോലെയോ ശ്വാസകോശത്തെ പോലെയോ മറ്റവയവങ്ങൾ പോലെയോ തൊട്ട് കാണിക്കാവുന്ന ഒന്നല്ലല്ലോ നമ്മുടെ മനസ്സ്. ആ മനസ്സ് ബ്രെയിൻ സെൽസുമായി അല്ലെങ്കിൽ ബ്രെയിനിന്റെ വർക്കുമായി മസ്തിഷ്കത്തിന്റെ പ്രവൃത്തിയുമായി ചില ബന്ധങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ചിന്തകളൊക്കെ പോകുന്നത്. നമ്മുടെ മാനസികമായ അസുഖമുള്ളവർക്ക് ബ്രെയിൻ ഡാമേജ് കൊണ്ടുണ്ടാകുന്ന അസുഖമുണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ സെൽസുമായി ബന്ധമുണ്ട്. എന്നാൽ മനസ്സിനെ നമുക്ക് തൊട്ട് കാണിക്കാനും സാധിക്കില്ല. പക്ഷേ ഈ മനസ്സെന്ന് പറയുന്നത് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു പടക്കുതിരയെ പോലെയാണ്. ആ മനസ്സ് അടുത്തറിയേണ്ടതായിട്ടുണ്ട്. മനസ്സിനെ കൃത്യമായി അറിയാത്തത് കൊണ്ടും അതിനാവശ്യമായത് നൽകാത്തത് കൊണ്ടുമാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് പോലും നമ്മൾ മറന്നു പോകുന്നു. സത്യത്തിൽ ഈ മനസ്സ് എന്ന് പറയുന്നത് പലതായി പല മനഃശാസ്ത്രജ്ഞരും തരംതിരിച്ചിട്ടുണ്ട്. നിങ്ങൾ സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ഐസ്ബർഗ് സങ്കൽപ്പിക്കുക. പക്ഷെ അങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ആ ഒരു മഞ്ഞു മലയുടെ മുകൾ ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ മനസ്സുമായി അതിനെ ഉപമിച്ചാൽ ആ സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഭാഗമാണ് നമ്മുടെ ബോധമനസ്സ്. എന്നാൽ അതിന്റെ തൊട്ടു താഴെയായി വലിയൊരു ഭാഗമുണ്ട്, സമുദ്രത്തിന്റെ അടിയിലേക്കുള്ള ആ ഭാഗം. ആ സമുദ്രനിരപ്പിൽ നിന്നും തൊട്ട് താഴേക്കുള്ള ആ ഭാഗത്തെ, അതിന് സമാനമായ മനസ്സിന്റെ ഭാഗത്തെ നമുക്ക് ഉപബോധ മനസ്സ് എന്ന് വിളിക്കാം. എന്നാൽ ഏറ്റവും ഡീപ്പായി അതിന് താഴെ അങ്ങേയറ്റം അടിത്തട്ടിൽ കിടക്കുന്ന ഒന്നുണ്ട്. അത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡാണ്, അഥവാ അബോധ മനസ്സാണ്. അപ്പൊ ഈ മനസ്സിന്റെ 3 തലങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിന്റെ ഏത് തലങ്ങളിലേക്കാണ് നമ്മൾ ശാക്തീകരിക്കേണ്ടത്, മനസ്സിന്റെ ഏത് തലങ്ങളിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, അവിടെ മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടത് എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് സാധാരണ ജനത്തിനും അറിയേണ്ടതായിട്ടുണ്ട്. ഇതൊരു അക്കാഡമിക് ലെവലിൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. സാധാരണ ജനത്തിന്റെ മുന്നിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ പറയേണ്ട കാര്യം കൂടിയാണ്. അതുകൊണ്ട് പറയട്ടെ, നമ്മുടെ മനസ്സിനെ ശാക്തീകരിച്ചേ പറ്റും. നമ്മുടെ ബോധമനസ്സെന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും നമ്മളുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങളും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും അങ്ങനെ പറ്റുന്ന ധാരണകളും ഒക്കെ അതിൽപ്പെടുന്നു. ഇപ്പം ഞാൻ സംസാരിക്കുകയാണ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ കാര്യം ചെയ്യുകയാണ്, ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ കൃത്യമായി നമുക്ക് അറിവുള്ള നമ്മുടെ ബോധതലത്തിൽ നിന്ന് പെരുമാറുന്ന കാര്യങ്ങളാണ് കൂടുതലുമുള്ളത്. പക്ഷേ നമ്മളുടെ ഈ പ്രവൃത്തികളെ, നമ്മളുടെ സംഭാഷണങ്ങളെ, നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷനുകളെ എല്ലാം നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തലമാണ് ഈ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത്. അത് നമ്മളിൽ രൂപപ്പെട്ടിരിക്കുകയാണ്, നമ്മുടെ മുൻകാല പ്രവൃത്തികളിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുകയാണ്. ആ ഉപബോധ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള നല്ല ചിന്തകളും മോശം ചിന്തകളുമാണ് നമ്മളെ ഇപ്പോൾ പ്രവർത്തിപ്പിക്കുന്നതും സംസാരിപ്പിക്കുന്നതും. അവിടെയാണ് ഈ ഉപബോധ മനസ്സിനെ ശാക്തീകരിക്കേണ്ട ആവശ്യം വരുന്നത്, ഉപബോധ മനസ്സിനെ സാന്ദ്രീകരിക്കേണ്ട ആവശ്യം വരുന്നത്. അവിടെയാണ് നമ്മൾ മനഃപൂർവ്വം ചില പരിശീലനങ്ങൾക്ക് വിധേയരാകേണ്ടി വരുന്നത്.
അങ്ങനെ നോക്കുമ്പോൾ ഈ ഉപബോധ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഉപബോധ മനസ്സിലാണ് പ്രധാനമായും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അറിവുകളും നമ്മളുടെ ചില ധാരണകളും നമ്മളുടെ ചിന്താഗതികളുമൊക്കെ. ഈ ഉപബോധ മനസ്സിന്റെ സ്റ്റോർ ചെയ്യപ്പെട്ട ഈ ചിന്താഗതികളുടെയും ധാരണകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഓർമ്മയുടെ കാര്യം തന്നെ എടുക്കൂ. നമ്മളിപ്പോൾ ബോധതലത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങൾ വരെ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കും. നമ്മൾ പറയും, നമ്മൾ ഇന്നലെ ധരിച്ച ഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും. അതൊക്കെ നമ്മുടെ ബോധതലത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. വേണമെങ്കിൽ 2 ദിവസം മുന്നേ ഉള്ളത് വരെ പറയും. അത് കഴിഞ്ഞുള്ളത് ചോദിച്ചാൽ നമ്മൾ മറന്നുപോകും. കഴിഞ്ഞ ശനിയാഴ്ച എന്ത് ഡ്രസ്സാണ് ധരിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ മറന്നുപോകും, നമ്മൾ ഓർക്കില്ല. പിന്നെ നമ്മളത് വളരെ ശ്രദ്ധാപൂർവം അതിനെപ്പറ്റി ആലോചിച്ചിങ്ങനെ റിട്രൈവ് ചെയ്തെടുക്കും. എവിടെ നിന്നാണ് അത് കിട്ടുന്നത്? കഴിഞ്ഞതിൻ്റെ അങ്ങേ ശനിയാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നല്ലോ, അപ്പോൾ ഇട്ടിരുന്ന ഡ്രസ് ഇതാണ്. അതിങ്ങനെ ഓർത്തെടുക്കുകയാണ്. ആ ഓർത്തെടുക്കുന്നത് യഥാർത്ഥത്തിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന്, നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന് പല കാര്യങ്ങളെയും കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ ഒരു പ്രത്യേകതയുള്ളത്, ഈ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സിലേക്ക് പല കാര്യങ്ങളും നമുക്ക് നിറയ്ക്കാനാവും, പല കാര്യങ്ങളും അവിടെ നിന്ന് എടുക്കുവാനാവും. പക്ഷേ ഈ കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, നമ്മൾ അറ്റ് പ്രസന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മനസ്സ് വളരെ ശ്രദ്ധാപൂർവം മാത്രമേ കാര്യങ്ങളെ സ്വീകരിക്കുകയുള്ളൂ, കാര്യങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുള്ളൂ. നമ്മളോട് ഒരാൾ വന്ന് സംസാരിക്കുന്നു, നമ്മൾ അയാളെ ഒന്ന് വിശകലനം ചെയ്തിട്ട് അയാളോട് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നതാണോ, നമ്മൾ ഏത് തലം വരെയൊക്കെ അയാളോട് സംസാരിക്കാൻ പറ്റും എന്നൊക്കെ നമ്മളൊന്ന് അവലോകനം ചെയ്യും. അത് നമ്മുടെ ബോധമനസ്സാണ് ചെയ്യുന്നത്. അപ്പൊ ബോധമനസ്സ് വളരെ ശ്രദ്ധാപൂർവമാണ് നിൽക്കുന്നതെങ്കിൽ ഉപബോധ മനസ്സ് അത്ര ശ്രദ്ധാപൂർവമല്ല. കാരണം അതിന് വലിയ വിശകലന ശേഷിയുള്ള ഒരവസ്ഥയിലല്ല. ആ ഉപബോധ മനസ്സിലേക്ക് ബോധമനസ്സിനെ അർത്ഥമയക്കത്തിലാക്കിക്കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് നിറയ്ക്കുവാനാവും. അല്ലെങ്കിൽ കൃത്യമായ മെഡിറ്റേഷൻ ടെക്നിക്കിലൂടെ നമുക്ക് പല കാര്യങ്ങളും ഉപബോധ മനസ്സിലേക്ക് കൊണ്ടുവരുവാനും അതിൽ നിന്ന് എടുക്കുവാനും ആവും. അതാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. അപ്പോൾ ഉപബോധ മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള ഭയപ്പാടുകളും മറ്റു പല പ്രശ്നങ്ങളുമൊക്കെ നമ്മുടെ പ്രവൃത്തികളിൽ ബാധിക്കുകയും നമുക്ക് ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ, ടെൻഷൻ പോലുള്ള കാര്യങ്ങൾ, ഒരു പ്രത്യേക സിറ്റുവേഷനിൽ വരുമ്പോൾ അഭിമുഖീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഉപബോധ മനസ്സിനെ സാന്ദ്രമാക്കാനും ശക്തമാക്കാനുമുള്ള പല ടെക്നിക്കുകളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അഫർമേഷൻസ് തന്നെയാണ്. പോസിറ്റീവായ അഫർമേഷൻസ് അഥവാ സ്ഥിരീകരണങ്ങൾ നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അത് സാധാരണ പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പറയുകയാണ്, ഞാൻ സന്തോഷവാനായിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ശക്തനായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ആ പ്രവൃത്തി ചെയ്യാൻ പ്രാപ്തനായിക്കൊണ്ടിരിക്കുകയാണ്, പ്രാപ്തയായിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എൻ്റെ ദുഃഖങ്ങളിൽ നിന്ന് മോചിതയായിക്കൊണ്ടിരിക്കുകയാണെന്ന് മനഃപൂർവ്വം പറഞ്ഞ് 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 മനസ്സിനെ പഠിപ്പിക്കുകയാണ്. അതിന് തീർച്ചയായും അതിൻ്റെതായ എഫക്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്, കിടക്കാൻ പോകുമ്പോൾ നല്ല കാര്യങ്ങൾ ഓർത്തുകൊണ്ടും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും കിടക്കൂ എന്ന് പറയുന്നത്. കാരണം സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് ഫീഡ് ചെയ്യപ്പെടുകയാണ്. അടുത്ത ദിവസം നമ്മുടെ പ്രവൃത്തി ആ പറഞ്ഞ അല്ലെങ്കിൽ ചിന്തിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മൾ അതുമായി ട്യൂൺഡായിരിക്കും. അതുകൊണ്ടാണ് ഉപബോധ മനസ്സിനെ ശാക്തീകരിക്കുന്ന പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞു ശീലിക്കൂ എന്ന് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ പരിശീലന പരിപാടിയിലുണ്ട്. മറ്റൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ഏകാഗ്രത കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഏകാഗ്രതയിലൂടെ നമ്മളുടെ പല പല തെറ്റിദ്ധാരണകളെയും പല ചിന്തകളെയും മാറ്റി
വളരെ സൂക്ഷ്മമായി മനസ്സിനെ ഷാർപ്പൺ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. മെഡിറ്റേഷന്റെ പല പല ടെക്നിക്കുകൾ. മറ്റൊന്ന് നമുക്ക് വിഷ്വലൈസേഷൻ ടെക്നിക്ക്. നമ്മൾ വിജയിക്കുന്നതായി ഭാവനയിൽ കാണുക. ഒരു സിനിമ കാണുന്നത് പോലെ നമ്മൾ അവിടുത്തെ കഥാപാത്രങ്ങളായി നിന്നുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നതായി, സ്പോർട്സിൽ വിജയിക്കുന്നതായി അത്ലറ്റുകൾ കാണാറുണ്ട്. അത് വിഷ്വലൈസേഷനാണ്. പരീക്ഷയിൽ വിജയിക്കുന്നതായി, പരീക്ഷയിൽ വിജയിച്ചിട്ട് സ്കൂൾ അധികൃതർ അനുമോദിക്കുന്നതായി ഒരു കുട്ടി കാണുകയാണ്. മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുകയാണ്. തൻ്റെ വിവാഹം വിഷ്വലൈസ് ചെയ്യുകയാണ്. താൻ അവതരിപ്പിക്കാൻ പോകുന്ന കലാപരിപാടി വിഷ്വലൈസ് ചെയ്യുകയാണ്. മനസ്സിൽ കാണുന്ന ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മളെ അതിലേക്ക് നയിക്കും, അതിന് പ്രാപ്തമാക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കോൺഷ്യസ് ലെവലിൽ നമ്മൾ ആക്റ്റീവ് ആകും. കാരണം നമ്മൾ പലപ്പോഴും മടി പിടിച്ചിരിക്കുന്ന നമ്മൾക്ക് തീവ്രമായ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ ചാടി എഴുന്നേറ്റ് വളരെ ആക്റ്റീവായി നിൽക്കുന്നത് കാണാം. അത് സബ് കോൺഷ്യസ് മൈൻഡ് അപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു വളരെ വിചിത്രമായ ഒരു കാര്യം, ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ആക്റ്റീവായി നിലനിർത്തണമെങ്കിൽ കോൺഷ്യസ് മൈൻഡിൽ കൂടെ കടത്തിവിടുന്നവ സംശുദ്ധമായിരിക്കണം, ശ്രദ്ധാപൂർവമായിരിക്കണം. നമ്മൾ ദൈനംദിനം കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണെങ്കിൽ അത് മാത്രമാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഫീഡ് ചെയ്യപ്പെടുന്നത്. ഒരു കുട്ടിയെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അച്ഛനും അമ്മയും മാത്രമല്ല, അധ്യാപകരുമൊക്കെ ആ കുട്ടിയുടെ മുന്നിൽ പറയുന്ന, ചെയ്യുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ രൂഢമൂലമായി പോകും. ഭാവിയിൽ അത് വല്ലാത്ത ഒരു ഇൻഹിബിഷനിലേക്ക് നയിക്കും. അപ്പൊ നമ്മൾ അവരുടെ മുന്നിൽ അവർക്ക് പോസിറ്റീവായി അനുഭവവേദ്യമാകുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളും സംഭാഷണങ്ങളും വേണ്ടിവരും. ഇത് തന്നെയാണ് പലരുടെയും ഭയത്തിന്റെയും പുറകോട്ട് പോകലിന്റെയും ഒളിച്ചോട്ടങ്ങളുടെയും വിഡ്രോവലിന്റെയും ഒക്കെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കുക, ഉപബോധ മനസ്സിലേക്ക് മനഃപൂർവ്വം ചില നല്ല കാര്യങ്ങൾ നമ്മൾ നിറച്ചു വെക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അത് അഫർമേഷൻസിലൂടെ, മെഡിറ്റേഷനിലൂടെ, വിഷ്വലൈസേഷനിലൂടെ. അപ്പൊ നമ്മുടെ ബാഹ്യ ചുറ്റുപാടുകൾ തീർച്ചയായും നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് നെഗറ്റീവായ വ്യക്തികളിൽ നിന്ന് അകന്നു നിൽക്കൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പരിസരം, നമ്മുടെ പരിസ്ഥിതി, എൻവയോൺമെന്റ്, ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. സാമൂഹ്യ ചുറ്റുപാടുകളും പാരിസ്ഥിതികമായ തലങ്ങളുമൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധാപൂർവം ചെയ്യുമ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നല്ല കാര്യങ്ങൾ കടന്ന് ചെല്ലുന്നതും അതിനടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ബോധ മനസ്സും സബ് കോൺഷ്യസ് മൈൻഡുമാണ്. മൂന്നാമതൊരു തലമുണ്ടെന്ന് ഞാൻ പറഞ്ഞു, അത് അബോധ മനസ്സാണ്. അവിടെയാണെങ്കിലോ വല്ലാത്ത ഭയപ്പാടുകളും ഇറാഷണലായിട്ടുള്ള ചിന്തകളും അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളും, സെക്ഷൽ അൺസാറ്റിസ്ഫൈഡ് സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ്, സെൽഫിഷ്നെസ്, ഷെയിംഫുൾ എക്സ്പീരിയൻസ്, ഇതെല്ലാം നമ്മുടെ അബോധ മനസ്സിലും കിടപ്പുണ്ട്. അത് അപൂർവമായി മാത്രം പുറത്തേക്ക് വരുന്ന ഒന്നാണ്, പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാവുന്ന ഒന്നുമല്ല. ഇപ്പൊ എല്ലാ വ്യക്തികളിലും മനസ്സിന്റെ ഈ 3 തലങ്ങളുണ്ട്. പക്ഷെ പ്രധാനമായും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ശാക്തീകരിക്കുന്ന, സാന്ദ്രീകരിക്കുന്ന പ്രവൃത്തികളാണ് ചെയ്യുന്നത്. ഹെൽത്തി മൈൻഡ് ഹാപ്പി ലൈഫ് എന്നുള്ള ഓൺലൈൻ പരിശീലന പരിപാടിയുമുണ്ട്, ഓഫ്ലൈൻ പരിശീലന പരിപാടിയുമുണ്ട്. അതിനായി നിങ്ങൾ ഇവിടെ ചേർത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സുഹൃത്ത് ഡോക്ടർ ടി സുനിൽ.